വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 24 വാക്യങ്ങൾ 28 മുതൽ 35 വരെ. ഉത്ഥിതനെ തിരിച്ചറിയുന്ന ശിഷ്യന്മാർ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എന്നാൽ ഈശോയാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ വസിക്കുക, സായംകാലമായി, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ വസിക്കാൻ അകത്ത് പ്രവേശിച്ചു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവനാകട്ടെ അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മോട് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവർ ആ മണിക്കൂറിൽ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ചുണ്ടായവ എന്തെന്നും അപ്പം മുറിക്കലിൽ അവർ അവനെ തിരിച്ചറിഞ്ഞതെങ്ങനെയെന്നും അവർ വിശദീകരിച്ചു. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 17 വരെ. ഐക്യത്തിൽ ജീവിക്കുമെന്ന്. സഹോദരരെ, നിങ്ങളെല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടെന്ന് ക്ലോയയുടെ കുടുംബാംഗങ്ങൾ മുഖാന്തരം നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോയുടേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ മിശിഹായുടേതാണ് എന്നു പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായൂസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ മാമോദീസ മുക്കിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല. എസ്തപ്പാനോസിന്റെ കുടുംബത്തിനും ഞാൻ മാമോദീസ നൽകിയിട്ടുണ്ട്. അല്ലാതെ മറ്റാർക്കും ഞാൻ മാമോദീസ നൽകിയതായി എനിക്കറിയില്ല. കാരണം മിശിഹ എന്നെ അയച്ചത് മാമോദീസ നൽകാനല്ല, പ്രത്യുത സുവിശേഷം പ്രസംഗിക്കാനാണ്. അത് വാഗ്വിലാസത്തോടെയായിരുന്നില്ല, മിശിഹായുടെ കുരിശ് വ്യർത്ഥമാകാതിരിക്കാനായിരുന്നു ഇത്.